അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1307, സൂറത്തു തൗബ 91 മുതൽ 96 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. إنما السبيل على الذين يستأذنونك وهم أغنياء رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون. يعتذرون إليكم إذا رجعتم إليهم قل لا تعتذروا لن نؤمن لكم قد نبأنا الله من أخباركم وسيرى الله عملكم ورسوله ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. سيحلفون بالله لكم إذا انقلبتم إليهم لتعرضوا عنهم فاعرضوا عنهم إنهم رجس ومأواهم جهنم جزاء بما كانوا يكسبون. يحلفون لكم لترضوا عنهم فإن ترضوا عنهم فإن الله لا يرضى عن القوم الفاسقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ليس على الضعفاء ബലഹീനന്മാരായ ആളുകളുടെ മേലിലില്ല, വലാ അലൽ മർള രോഗികളുടെ മേലിലും ഇല്ല, വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ യുദ്ധത്തിന്റെ യാത്രയിൽ ചെലവാക്കാൻ ആവശ്യമായ പണം ലഭ്യമല്ലാത്ത ആളുകളുടെ മേലിലും ഇല്ല. ഹറജുൻ യുദ്ധത്തിൽ സംബന്ധിക്കാതിരിക്കുന്നതിന് കുറ്റമില്ല. ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി അവർ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഗുണകാംക്ഷയുള്ളവരായാൽ മാ അലൽ മുഹ്സിനീന മിൻ സബീൽ നന്മ ചെയ്യുന്നവരുടെ മേലിൽ അവരെ ശിക്ഷിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ല. വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ദോഷങ്ങൾ വല്ലാതെ പൊറുക്കുന്നവനും അവരോട് മഹാകാരുണ്യം കാണിക്കുന്നവനുമാണ്. വലാ അലല്ലദീന ഒരു കൂട്ടരുടെ മേലിലും യുദ്ധത്തിൽ സംബന്ധിക്കാത്തതിന് കുറ്റമില്ല. ഇദാമാ അതൗക അവർ തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ലിതഹ്മിലഹും തങ്ങൾ അവരെ കൂടെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അടുത്ത് അവർ വന്നപ്പോ കുൽത്ത തങ്ങൾ പറഞ്ഞു ലാ അജിദു മാ അഹ്മിലുക്കും അലൈ നിങ്ങളെ കൂടെ കൂട്ടാനുള്ള സംവിധാനം ഞാൻ എത്തിക്കുന്നില്ല എന്ന് അവരോട് തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തവല്ലൗ അവർ പിന്തിരിഞ്ഞു പോയി. വഅയുനുഹും തഫീദു മിനദ്ദംഇ ഹസനാ അവരുടെ കണ്ണുകൾ ദുഃഖം കാരണത്താൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അഥവാ കരഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. എന്തായിരുന്നു അവരുടെ ദുഃഖം? അല്ലാ യജിദു മാ യുൻഫിഖൂൻ യുദ്ധത്തിൽ ചെലവാക്കാനുള്ള ധനം എത്തിച്ചില്ല എന്നതായിരുന്നു അവരുടെ ദുഃഖം. ആ ദുഃഖം കാരണത്താൽ യുദ്ധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയ ആൾക്കാർ അവരുടെ മേലിലും യുദ്ധത്തിൽ സംബന്ധിക്കാത്തതിന് കുറ്റമില്ല. ഇന്നമ സബീലു നിശ്ചയം യുദ്ധത്തിൽ സംബന്ധിക്കാത്തതിന് ശിക്ഷിക്കാൻ മാർഗമുള്ളത് അലല്ലദീന ഒരു കൂട്ടരുടെ മേലിൽ മാത്രമാണ്. യസ്തഅ്ദിനൂനക തങ്ങളോട് യുദ്ധത്തിൽ സംബന്ധിക്കാതിരിക്കാൻ അവർ അനുവാദം ചോദിക്കുന്നു. വഹും അഗ്നിയാഉ യഥാർത്ഥത്തിൽ അവർ ധനികന്മാരാണ്. അവർക്ക് യുദ്ധത്തിന് പോരാതിരിക്കാൻ യാതൊരു കാരണവുമല്ല. എന്നിട്ടും പോരാതിരിക്കുന്നവർ റളൂ ബി അൻ യകൂനു മഅൽ ഖവാലിഫി യുദ്ധത്തിന് പോകാതെ പിന്തിയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരോട് കൂടെ ആവാൻ അവർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സമ്മതം ചോദിക്കുന്ന കാരണമില്ലാത്തവരുടെ മേലിലാണ് യുദ്ധത്തിൽ സംബന്ധിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കാൻ വകുപ്പുള്ളത്. വതബഅല്ലാഹു അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളുടെ മേലിൽ അല്ലാഹു തആല സീൽ വെച്ചിരിക്കുന്നു. ഫഹും ലാ യഅലമൂൻ അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളുടെ നിജസ്ഥിതി ഒന്നും അറിയുന്നില്ല. യഅ്തദിറൂന ഇലൈക്കും തങ്ങളിലേക്ക് അവർ
ഒഴിവ് കഴിവുകൾ പറയും. ഇദാ റജഅതും ഇലൈഹിം, യുദ്ധം കഴിഞ്ഞ് തങ്ങൾ അവരിലേക്ക് തിരിച്ചു വന്നാൽ. ഖുൽ, അതായത് യുദ്ധത്തിന് പോകാതിരിക്കാൻ കാരണമൊന്നുമില്ലാത്ത ആളുകൾ നബിതങ്ങളുടെ മുന്നിൽ വന്ന് നല്ല പിള്ള ചമയാൻ വേണ്ടി അവര് കാരണം പറയും. എനിക്ക് ആ കാരണം ഉണ്ടായിരുന്നു, ഈ കാരണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി വരും. അങ്ങനെ കാരണം പറയാൻ വേണ്ടി വന്നാൽ ഖുൽ, തങ്ങൾ പറയൂ അവരോട്, ലാ തഅ്തദിറൂ, നിങ്ങളൊരു കാരണവും ബോധിപ്പിക്കണ്ട. ലൻ നുഅ്മിന ലക്കും, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഖദ് നബ്ബഅനല്ലാഹു മിൻ അഖ്ബാരിക്കും, കാരണം നിങ്ങളുടെ വാർത്ത അല്ലാഹു തആല ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ കപടന്മാരാണ് എന്ന്. വസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും അവന്റെ ദൂതരും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടും വിചാരണയ്ക്ക് വേണ്ടി. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല നിങ്ങൾക്ക് വിവരം തരുന്നതാണ്. സയഹ്ലിഫൂന ബില്ലാഹി ലക്കും, നിങ്ങൾക്ക് വേണ്ടി അഥവാ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്യും. ഇദൻ ഖലബതും ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ. ലിതുഅരിദു അൻഹും, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയാൻ വേണ്ടി, അവരെ ശ്രദ്ധിക്കാതെ അവർ കുഴപ്പക്കാരൊന്നും അല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളടുത്ത് വന്നിട്ട് അവർ സത്യം ചെയ്യും. എന്നാൽ ഞങ്ങൾ കാരണം ഉണ്ടായോണ്ടാ യുദ്ധത്തിന് വരാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ വന്നേനെന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യും. എന്നാൽ അങ്ങനെ സത്യം ചെയ്യുന്ന കപടന്മാരെ സംബന്ധിച്ച് ഫായിലുദു അൻഹും, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയണം വിശ്വാസികൾ. അവരെ മൈൻഡ് ചെയ്യണ്ട. ഇന്നഹും റിജസുൻ, കാരണം അവർ മാലിന്യമാണ്. മഅ്വാഹും ജഹന്നമു, അവരുടെ മടക്കസ്ഥലം ജഹന്നം എന്ന നരകമാകുന്നു. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം എന്ന നിലക്ക്. യഹ്ലിഫൂന ലക്കും, നിങ്ങളോട് അവർ സത്യം ചെയ്തു പറയുന്നു. ലി തറല്ലു അൻഹും, നിങ്ങൾ അവരെ തൊട്ട് തൃപ്തിപ്പെടാൻ. ഒരു കുഴപ്പക്കാരൊന്നുമല്ല, നമ്മളവരെ അവിശ്വസിക്കേണ്ടതൊന്നുമില്ല എന്നൊരു തോന്നൽ നിങ്ങളെ മനസ്സിലുണ്ടാക്കാൻ വേണ്ടി അവർ നിങ്ങളോട് സത്യം ചെയ്തു പറയുന്നു. എന്നാൽ ഫൈൻ തറല്ലു അൻഹും, അവരാ നല്ല വാക്ക് കേട്ട് മധുരമുള്ള വർത്താനം കേട്ടിട്ട് നിങ്ങൾ അവരെ തൊട്ട് തൃപ്തിപ്പെട്ടാൽ തന്നെ ഫൈനല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, തമ്മാടികളായ സമൂഹത്തെ തൊട്ട് അല്ലാഹു തആല പൊരുത്തപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതായത് കപടന്മാരുടെ നിലപാടുകളെ അല്ലാഹു തആല ശരിക്കും പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ സൂക്തങ്ങളിൽ നമ്മൾ കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ സംബന്ധിക്കേണ്ട ആളുകൾ വിശ്വാസികളാണ് എന്ന് പുറത്ത് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ മനസ്സിൽ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോ കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളെല്ലാം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രത്യേകമായി പറയുന്ന കാര്യം. ഏതായാലും ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർള, ബലഹീനന്മാരുടെ മേലിലും രോഗികളുടെ മേലിലും കുറ്റമില്ല. ബലഹീനന്മാർ എന്ന് പറഞ്ഞാൽ ഈ വയസ്സുള്ള ആൾക്കാർ, യുദ്ധത്തിൽ വാഹനപ്പുറത്തൊന്നും കൂടുതൽ ഇരിക്കാനൊന്നും സാധിക്കാത്ത വിധത്തിൽ വയസ്സുള്ള ആളുകൾ, അതേപോലെ തന്നെ മുടന്തുള്ള ആളുകൾ, അവർക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ വലാലൽ മർള, രോഗികൾ, വാദം പിടിച്ച് കുഴഞ്ഞിട്ടുള്ള ആൾക്കാർ, കണ്ണു കാണാത്തവർ തുടങ്ങിയിട്ടുള്ള രോഗികൾ, അവരുടെ മേലിലും കുറ്റമില്ല. വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ, യുദ്ധത്തിൽ ചെലവാക്കാനുള്ള ധനം ലഭ്യമല്ലാത്ത ആളുകളുടെ മേലിലും, അവർക്ക് പോകണമെങ്കിൽ യാത്രക്കുള്ള ചെലവ് വേണ്ടേ, വാഹനം വേണം, ആയുധങ്ങൾ വേണം, അതേപോലെ തന്നെ ഭക്ഷണത്തിനുള്ള വകുപ്പ് വേണം. ഇതിനൊന്നും അവരുടെ കയ്യിൽ സംവിധാനമില്ലാത്ത ദരിദ്രന്മാർ, അവരുടെ മേലിലും ഇല്ല ഹറജുൻ, കുറ്റമില്ല, യുദ്ധത്തിന് പോകാതിരിക്കുന്നതിന് കുറ്റമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് കഴിഞ്ഞ ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് പോകാത്ത ചിലരെ ആക്ഷേപിച്ചു പറഞ്ഞല്ലോ. ആക്ഷേപിച്ചു പറഞ്ഞപ്പോൾ ആ ആക്ഷേപത്തിന് അർഹരല്ലാത്ത ചിലരെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണെന്ത്, ബലഹീനന്മാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ രോഗികള്, പോകാനുള്ള യാത്രാ ചെലവിനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശില്ലാത്തവർ, ഇവർക്കൊന്നും യുദ്ധത്തിന് പോകാത്തതിന് തെറ്റില്ല. ഇതാ നസഹുലില്ലാഹി വറസൂലിഹി, അവർ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഗുണകാംക്ഷയുള്ളവരായാൽ, അതായത് ഇവിടെ ഇരുന്നിട്ട് അവർ ഇസ്ലാമിനും മുസ്ലിമുകൾക്കും പാര വെക്കണില്ല. ഈ കപടന്മാരങ്ങനെയാണ്, അവര് സ്വയം നന്മ ചെയ്യില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പരമാവധി ബ്ലോക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കും. അപ്പൊ അതില്ലാത്ത, ചീറ്റ് ചെയ്യാത്ത ആൾക്കാർ, അതാ മുഹ്സിനീൻ, അവര് അള്ളാഹും റസൂലിനും ഗുണകാംക്ഷയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾക്ക് മാലൽ മുഹ്സിനീന, അതായത് അവർക്ക് യഥാർത്ഥത്തിൽ കാരണമുണ്ടായതുകൊണ്ട് തന്നെയാണ് അവർ പോകാതിരുന്നത്. ആ കാരണമില്ലായിരുന്നുവെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് ഏറ്റവും മുൻപന്തിയിൽ തന്നെ അവരും വരുമായിരുന്നു.
അങ്ങനെയുള്ള നന്മയുള്ള ആളുകൾ മാലൽ മുഹ്സിനീന നന്മയുള്ള ആളുകളുടെ മേലിൽ ഇല്ല, മിൻ സബീലിൻ അവരെ ശിക്ഷിക്കാൻ ഒരു വഴിയുമില്ല. വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു അല്ലാതെ പൊറുക്കുന്നവനും മഹാകാരുണ്യവാനുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. അതായത് യുദ്ധത്തിന് പോകാതിരിക്കാൻ കാരണമുണ്ടായിരുന്ന ആൾക്കാര്, ആ ആൾക്കാര് കാരണമുള്ളതുകൊണ്ട് യുദ്ധത്തിന് പോയില്ലെങ്കിൽ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നതല്ല. കണ്ണു കാണാത്ത ആൾക്കാർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ചരിത്രത്തിൽ ഇബ്നു കസീറൊക്കെ ഇവിടെ ഉദ്ധരിക്കേണ്ട ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുസ്ലിമിന്റെ വഹി എഴുതിയിരുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനിങ്ങനെ വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് യുദ്ധത്തിനുള്ള പ്രഖ്യാപനം തങ്ങൾ നടത്തിയപ്പോൾ ഇത് ജാഅമ ഒരന്ധനായ മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൈഫ ബി യാ റസൂലല്ലാഹ് വഅനഅമ, നബിയെ യുദ്ധത്തിന് പുറപ്പെടാൻ തങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട്, പക്ഷെ ഞാനെങ്ങനെ വരാനാണ്, എനിക്ക് കണ്ണു കാണില്ലല്ലോ, യാത്ര ബുദ്ധിമുട്ടല്ലേ എന്ന്. ആ സമയത്താണ് അല്ലാഹു തആല ഈ സൂക്തം അവതരിപ്പിച്ചത്, ലൈസ അലൽ ദുഅഫാഇ ബലഹീനന്മാരുടെ മേലിൽ ഇല്ല, വലാ അലൽ മർള രോഗികളുടെ മേലിലുമില്ല, അതേപോലെ യാത്രക്കുള്ള ചെലവിന് വകുപ്പില്ലാത്തവരുടെ മേലിലുമില്ല, എന്തില്ല, ഹറജുൻ യുദ്ധത്തിന് പോകാത്തതിന് കുറ്റമില്ല. പക്ഷെ ആ ആളുകൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർ ഇസ്ലാമിനോ മുസ്ലിമീങ്ങൾക്കോ പാരപണിയുന്ന സ്വഭാവം സ്വീകരിക്കുന്നവരാകാൻ പാടില്ല. അതാണ് ഇതാണ് സഹൂലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഒരു ഗുണകാംക്ഷയുള്ളവരായാൽ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് മറ്റൊരു കൂട്ടരെ കൂടി അള്ള പരിചയപ്പെടുത്തുകയാണ്, യുദ്ധത്തിന് പോകാത്തതിന് കുറ്റല്ലാത്ത വലാ അലല്ലദീന, ഒരു കൂട്ടരുടെ മേലിലും യുദ്ധത്തിന് പങ്കെടുക്കാത്തതിന് കുറ്റമില്ല. എങ്ങനത്തെ കൂട്ടര്, ഇദാമാ അതൗക അവർ തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ, ലിതഹ്മിലഹും അവരെ തങ്ങൾ കൂടെ കൂട്ടാൻ വേണ്ടി, നബിയെ ഞങ്ങൾ യുദ്ധത്തിന് വരാൻ റെഡിയാണ്, ഞങ്ങൾക്ക് വാഹനമല്ല, അതേപോലെ വണ്ടിക്കൂലിക്ക് കാശില്ല, അതുപോലെ തന്നെ യാത്രയിൽ ഭക്ഷണത്തിനും മറ്റും സംവിധാനമില്ല, അപ്പൊ തങ്ങള് ഞങ്ങളെ കൂടി എന്ത് ചെയ്യണം, കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ അടുത്ത് വന്നു. അതായത് തഹ്മിലഹും അവരെ ചുമക്കാൻ ചാൽ അവരെ കൂടെ കൂട്ടാൻ പറഞ്ഞുകൊണ്ട് അവർ വന്നു തങ്ങളുടെ അടുത്ത്. പക്ഷെ കുൽത്ത അവരോട് തങ്ങൾ പറഞ്ഞു, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കൂടെ കൂട്ടാനുള്ള സംവിധാനം ഞാൻ എത്തിക്കുന്നില്ല. അതായത് നിങ്ങളെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ വാഹനം വേണം, അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ വേണം, അതിലിപ്പം എന്റെ അടുത്ത് സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. അങ്ങനെ തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തവല്ലൗ അവർ പിന്തിരിഞ്ഞു പോയി, വീട്ടിലേക്ക് തിരിച്ചു. പക്ഷെ തിരിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സന്തോഷത്തോടെ അല്ല, മറിച്ച് വഅയുനുഹും തഫീലു മിനദ്ദംഇ അവരുടെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ടൊലിച്ചുകൊണ്ടാണ് അവർ തിരിച്ചുപോയത്. ഹസനൻ ദുഃഖം കാരണത്താൽ, അല്ലാ യജിദൂ മാ യുൻഫിഖൂൻ യുദ്ധത്തിൽ ചെലവാക്കാനുള്ള ധനം എത്തിക്കുന്നില്ല എന്നതിന്റെ പേരിലുള്ള ദുഃഖം കാരണത്താൽ കണ്ണിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് സങ്കടത്തോടെ തിരിച്ചുപോയി. പടച്ചോനെ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെ കയ്യിൽ ചെലവിനുള്ള വകുപ്പില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫണ്ടിലും ക്യാഷില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ, യുദ്ധത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമുള്ള ആളുകൾ അതാരായിരുന്നു എന്ന് സംബന്ധമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അത് വല്ലാതെ ഈ യുദ്ധത്തിൽ സംബന്ധിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കരച്ചിലുകൊണ്ട് പ്രസിദ്ധരായിട്ടുള്ള 7 പേരാണ്. ഏതാണ് ആ 7 പേര്? മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, സഖർ ഇബ്നു ഖൻസാ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സാലിബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, സഅലബത്ത് ഇബ്നു ഉൻമാർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു, ഉൽബത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ 7 പേരാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ യുദ്ധത്തിന് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ കൂടി എന്ത് ചെയ്യണം, യാത്രാ സൗകര്യം പരിമിതമാണെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ വരാൻ ഞങ്ങൾ റെഡിയാണ്, ഒരു ചെറിയ സൗകര്യം ഞങ്ങൾക്കും ചെയ്തു തരണം, വിശാലമായ സംവിധാനമൊന്നും വേണ്ട, അഥവാ ഞങ്ങൾ കുറെയൊക്കെ നടന്നുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യാം, ഖുഫ ധരിച്ചുകൊണ്ട് ആ ഖുഫമേൽ നടന്നുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തോളാം, വാഹനമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ നബി തങ്ങളുടെ മുന്നിൽ കഷ്ടപ്പെടാൻ തയ്യാറാണ്. കഷ്ണം വെച്ച് തുന്നിക്കൂട്ടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നോളാൻ നബിയെ അവിടെ നിന്ന് അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, അത്രയും എളുപ്പമുള്ള കാര്യമല്ല, നിങ്ങളെ കൂടെ കൂട്ടാനുള്ള ഭൗതിക സംവിധാനങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. മുത്തുനബിന്റെ ഉപദേശം കേട്ടു അവർ തിരിച്ചു പോവുകയാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഫതവല്ലൗ വഹും യബ്കൂൻ കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്, കരഞ്ഞുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഇതാണ് ഈ സംഭവത്തിൽ പറയുന്നത്. ഈ 7 മഹാന്മാർ അവർക്ക് യുദ്ധത്തിൽ സംബന്ധിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ
സംവിധാനങ്ങളില്ലാത്തതിന്റെ പേരിൽ അവർക്ക് പോകാൻ പറ്റിയില്ല. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അവർക്ക് കുറ്റല്ല പോകാത്തതിന്. പിന്നെയോ ഇന്നമസ്സബീലു, യുദ്ധത്തിന് സംബന്ധിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കാൻ അധികാരമുള്ളത് വഴിയുള്ളത് അലല്ലദീന, ഒരു കൂട്ടരുടെ മേലിൽ മാത്രമാണ്. യസ്തദീനൂനക, യുദ്ധത്തിന് പോകാതിരിക്കാൻ അവർ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു. വഹും അഗ്നിയാഉ, അവർ ധനികന്മാരായിരിക്കെ. അതായത് പോകാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്, വാഹനം അവർക്കുണ്ട്, ആരോഗ്യപരമായി അവർ ഓക്കെയാണ്, ഒരു കാരണവും പോകാതിരിക്കാനില്ല. എന്നിട്ടും പോകാതിരിക്കാൻ വേണ്ടി കസർത്ത് കാണിക്കുന്നവരെയാണ് ശിക്ഷിക്കാൻ വകുപ്പുള്ളത്. അവരെന്തേ പോകാതിരിക്കാൻ? റളു, അവർ ഇഷ്ടപ്പെട്ടു, ബിഅയ്യകൂനു മഅൽ ഖവാലിഫി, യുദ്ധത്തിന് പോകാതെ പിന്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവരുടെ കൂടെയാവാൻ അവർ ഇഷ്ടപ്പെട്ടു. വതബഅല്ലാഹു അലാ ഖുലൂബിഹിം, ഇത്രയും നല്ല സുവർണാവസരം ലഭിച്ചിട്ട് അത് ഉപയോഗിക്കാത്ത ആ ധിക്കാരികൾ അവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീൽ ചെയ്തു. ഫഹും ലാ യഅലമൂൻ, അതുകൊണ്ട് അവർ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതായത് ഈ യുദ്ധത്തിൽ സംബന്ധിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ അവർക്ക് എത്ര നഷ്ടമാണ് വരുന്നതെന്നൊന്നും ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ കപടന്മാര് യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ഓടി ഒളിച്ചായിട്ടുള്ള ആളുകൾ അവര് റസൂലുള്ള യുദ്ധം കഴിഞ്ഞ് വന്നാൽ യഅ്തദിറൂനയിലേക്കും, നിങ്ങളിലേക്ക് അഥവാ റസൂലുള്ളാഹിയിലേക്കും മുസ്ലിമീങ്ങളിലേക്കും അവര് വന്ന് കാരണം ബോധിപ്പിക്കും, ഒഴിവ് കഴിവ് പറയും. ഇദാ റജഅതും ഇലൈഹിം, നിങ്ങൾ അവരിലേക്ക് മടങ്ങിയാൽ. ഉണ്ടോ, മുസ്ലിമീങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒഴിവ് കഴിവ് പറയാൻ വേണ്ടി അവർ വരും. ഞങ്ങൾക്ക് ഇന്ന തടസ്സം ഉണ്ടായിരുന്നു, ആ കാരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളും വന്നേനെ എന്നൊക്കെ മുസ്ലിമീങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ പറയും. എന്നാൽ ആ പറയുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് വെളിച്ചത്താക്കിക്കൊണ്ട് തങ്ങൾ അവരോട് പറയേണ്ടത് കുൽ, നബിയെ തങ്ങൾ അവരോട് പറയൂല തഅ്തദിറൂ, നിങ്ങൾ ഞങ്ങളോട് ഒരു കാരണവും ബോധിപ്പിക്കണ്ട, ഒരു ഒഴിവ് കഴിവും പറയണ്ട. എന്താ കാരണം? ലൻ നുഅ്മിന ലക്കും, നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞാലും പിന്നെ നല്ല മധുരമുള്ള വാക്കുകൾ പറഞ്ഞാലും ലൻ നുഅ്മിന ലക്കും, നിങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കൂല. എന്താ കാരണം? ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും, നിങ്ങളുടെ വർത്തമാനം സംബന്ധമായി അല്ലാഹു ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഫ്രോഡുകളാണ് എന്ന് അല്ലാഹു തആല ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് നല്ല പിള്ള ചമയാനുള്ള നിങ്ങളുടെ ഈ ഡ്രാമയൊന്നും വിലപ്പോവില്ല, അത് വർക്കൌട്ടാവില്ല എന്ന് തങ്ങൾ അവരോട് പറയണം. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, വസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവും അവന്റെ ദൂതനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഞാനിന്മേൽ കളികളാണ് കളിക്കുന്നത്, എന്തൊക്കെ അഭിനയങ്ങളാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവും അവന്റെ റസൂലും കാണുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ജനങ്ങൾക്കും അവരെ അറിയിച്ചു കൊടുക്കുന്ന സംവിധാനം അല്ലാഹു സ്വീകരിക്കും. ഇബ്നു കസീർ രേഖപ്പെടുത്തിയ അള്ളയും റസൂലും കാണുമെന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഐസയദ്ഹറു അഅമാലക്കും ലിന്നാസി ഫിദ് ദുനിയ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിജസ്ഥിതി അല്ലാഹു തആല ജനങ്ങൾക്ക് തന്നെ വെളിവാക്കി കൊടുക്കും. ആളുകൾക്കൊക്കെ നിങ്ങൾ കള്ളന്മാരാണ്, ഫ്രോഡുകളാണെന്ന് മനസ്സിലാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ വഷളാകും. എന്നിട്ട് സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന നാഥനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി. അങ്ങനെ ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് അവിടുന്ന് വിവരം തരുന്നതാണ്. നിങ്ങളോട് അല്ലാഹു അറിയിക്കും, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടിയത്, ആ ചെയ്തതിനുള്ള പ്രതിഫലം നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അല്ലാഹു തആല നിങ്ങളോട് അവിടുന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ കൈകടിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്നർത്ഥം. സയഹ്ലിഫൂന ബില്ലാഹി, അല്ലാഹനെ പിടിച്ചുകൊണ്ട് അവർ സത്യം ചെയ്യും, ലക്കും നിങ്ങൾക്ക് വേണ്ടി, അതായത് മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് വരുത്താൻ വേണ്ടി, അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പടച്ചോനെ പിടിച്ച് അവരെ സത്യം ചെയ്യും. ഇദൻ കലബുത്തും ഇലൈഹിം, നിങ്ങൾ അവരിലേക്ക് മടങ്ങി വന്നാൽ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവരെ നിങ്ങൾ ആക്ഷേപിക്കാതിരിക്കാനും അവരെ നിങ്ങൾ അവിശ്വസിക്കാതിരിക്കാനും വേണ്ടി അള്ളാനെ പിടിച്ച് സത്യം ചെയ്യും അവർ. എന്തിനാണതിൽ തുഴലുവാൻഹും, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞുകളയാൻ, അതായത് അവരുടെ നിലപാടുകളൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അവർ മോശക്കാരാണ് എന്നത് ജനങ്ങളോടൊന്നും പറയാതിരിക്കാൻ വേണ്ടി, അവരവർക്ക് കാരണം ഉണ്ടായോണ്ടാണ് വരാത്തത് എന്നൊരു തോന്നലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഫഅലുവാൻഹും, മുസ്ലിമീങ്ങളോട് അല്ലാഹു പറഞ്ഞു, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞുകളയുക, അവരുടെ വർത്തമാനം ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. കാരണം ഇന്നഹും റിജുസുൻ, അവർ മാലിന്യമാണ്. ആ മാലിന്യത്തിൽ നിന്ന്, ആ ചെളിയിൽ നിന്ന് ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. വമഅവാഹും ജഹന്നം, അവരുടെ മടക്കസ്ഥലം ജഹന്നം എന്ന നരകമാകുന്നു. ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം എന്ന നിലക്ക് അല്ലാഹു തആല അവരെ ജഹന്നം എന്ന നരകത്തിലേക്കാണ് കൊണ്ടുപോവുക. യഹ്ലിഫൂന ലക്കും ലിതർലൗ അൻഹും,
നിങ്ങൾക്ക് വേണ്ടി അവർ സത്യം ചെയ്യും, നിങ്ങൾ അവരെ തൊട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ഞങ്ങൾ കാരണം ഉണ്ടായോണ്ടാ വരാത്തത്, പടച്ചോനെ തന്നെയാണെന്നൊക്കെ അവർ പറയും. നിങ്ങൾക്ക് അവരോട് ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയാണ് പറയാ. പക്ഷേ ഫൈൻദർഹും അവരുടെ ആ ചക്കരവാക്ക് കേട്ടിട്ട് നിങ്ങൾ അവരെ തൊട്ട് പൊരുത്തപ്പെട്ടാൽ തന്നെ ഫൈനല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, തെമ്മാടികളായ ആളുകളെ തൊട്ട് അള്ളാഹു പൊരുത്തപ്പെടില്ല. അതായത് അവരുടെ യഥാർത്ഥത്തിൽ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അള്ളാഹുവിന് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള എന്തൊക്കെ ഡ്രാമ അവർ കളിച്ചാലും അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ശുദ്ധാത്മാക്കളായ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചാലും പടച്ചവൻ അത് വിശ്വസിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അള്ളാഹുവിനറിയാം. അവർ ശരിക്കും രണ്ടു മുഖം കാണിക്കുകയാണ് എന്നും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അവരെ അള്ളാഹു തആല ജനങ്ങളുടെ മുന്നിൽ തന്നെ വഷളാക്കി ഭൂമിയിൽ നിന്ന് തന്നെ അവരുടെ നിലപാടുകളും അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും അള്ളാഹു തആല പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അവരെ അള്ളാഹു തആല പൊരുത്തപ്പെടുകയില്ല. എത്ര മധുരത്തിൽ ചാലിച്ച വാക്കുകൾ അവർ പറഞ്ഞാലും അള്ളാഹു അവരെ ഇഷ്ടപ്പെടില്ല. കാപട്യത്തിന്റെ ദുരന്തമാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.